കാറിന്റെ പിന്നിൽ നിന്നും വരുന്നവനെ കണ്ടതും ശ്രീനാഥ് ഞെട്ടി. അവൻ പാറുവിന്റെ മുന്നിലേക്ക് കയറി നിന്നു. കയ്യും കെട്ടി ശ്രീനാഥിനെ നോക്കി. ഹാ, ഇതാരിത്? പോലീസ് ഏമാനോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലയോ? ശ്രീനാഥ് പുച്ഛത്തോടെ ചോദിച്ചു. സുഖം കുറച്ച് കുറവാ മോനെ. കയ്യിനും കാലിനുമൊക്കെ ഒരു തല്ലുണ്ടാക്കാഞ്ഞിട്ടൊരു രസവുമില്ല. അപ്പോഴാണ് അറിഞ്ഞത് ചില അലവലാദികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ഏറ്റുമുട്ടിയില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുക? അപ്പൊ തുടങ്ങുകയല്ലേ? അവൻ പുച്ഛത്തോടെ പറഞ്ഞു. തുടങ്ങാം. ഒരു വെടിക്ക് 2 പക്ഷി. നിന്റെ മുന്നിൽ കിടന്ന് ഇവൾ പിടയുന്നത് കാണാൻ നിനക്കും യോഗമുണ്ട്. അവൻ പാറുവിനെ നോക്കി പറഞ്ഞു. ആരാ പിടയുന്നത് എന്ന് നമുക്ക് കാണാം. അത് പറഞ്ഞുകൊണ്ടവൻ മുന്നിലേക്ക് വന്നവൻ്റെ നെഞ്ചുകൂട് നോക്കി ആഞ്ഞു ചവിട്ടി. അവൻ തെറിച്ചത് ശ്രീനാഥിൻ്റെ അരികിൽ കിടന്നു പിടഞ്ഞു. ഓരോരുത്തരുമായി സിദ്ധുവിൻ്റെ അരികിലേക്കായി പാഞ്ഞെടുത്തു. അവരെയൊക്കെ അടിച്ച് നിലംപരിശാക്കി. ശ്രീനാഥിൻ്റെ ആളുകൾ അവന് മുന്നിൽ എഴുന്നേൽക്കാത്തവണ്ണം പിടഞ്ഞുകൊണ്ട് കിടന്നു. ശ്രീനാഥ് സിദ്ധുവിനെ ചവിട്ടിയതും അവൻ പിന്നിലേക്ക് വീണു. പാറുവേഗം അവൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അവൻ കണ്ണുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞു ചാടി എഴുന്നേറ്റ് അവൻ ശ്രീനാഥിനെ തല്ലി അവശനാക്കി. ഒരിടിയും പാഴാക്കാതെ ശ്രീനാഥ് വാങ്ങിച്ചു കൂട്ടി. തളർന്ന് കിടക്കുന്നവനെ വലിച്ചു പൊക്കിയെടുത്തു സിദ്ധു. നിന്നെയൊക്കെ അല്ലേലും ഞങ്ങൾ കാണാനിരിക്കുമായിരുന്നു. കയ്യിൽ കിട്ടിയാൽ ജീവനോടെ വിടില്ല എന്നാണ് ഞങ്ങളുടെ മിഷൻ. അപ്പോൾ നീയായിട്ട് ഇങ്ങോട്ട് വന്നെന്നെ തല്ലിക്കോ, എന്നെ കൊണ്ട് പോയിക്കോ എന്നാക്കി. സാരമില്ല, കുറച്ച് ദിവസം മോന് ഞങ്ങളുടെ കസ്റ്റഡിയിൽ കിടക്ക്. ബാക്കി എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. നിന്റെ വീട്ടുകാർക്ക് ആദിയുടെ കല്യാണ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. അമ്മേ! ശ്രീനാഥ് വേദന കൊണ്ട് പുളഞ്ഞു. സിദ്ധു വിളിച്ചത് പ്രകാരം 2 പേർ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയി. സിദ്ധു ഏട്ടാ, ആരാവർ? അവനെ എടുത്തുകൊണ്ട് പോകുന്നവരെ നോക്കിക്കൊണ്ട് അവൾ അവനോട് ചോദിച്ചു. നിന്റെ തന്ത. അവിടെ നോക്കി നിൽക്കാതെ വന്ന് വണ്ടിയിൽ കയറടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദേ, എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. അവൾ കൈ ചൂണ്ടി അവനോട് സംസാരിച്ചതും ആ ചൂണ്ടിയ വിരൽ പിടിച്ച് പതിയെ തിരിച്ചു. ഇനി നീ കൈ ചൂണ്ടി സംസാരിക്കോ? അയ്യോ, വിടുവിട്, വേദനിക്കുന്നു. ഇനി സംസാരിക്കില്ല, അവൾ ചാടിത്തുള്ളിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടതും അവൾ ഒന്ന് കൈ കുടഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അതിനുശേഷം അവൾ വാങ്ങിയ സാധനങ്ങളൊക്കെ താഴെ നിന്നും എടുത്തു. ഭാഗ്യം, പൊട്ടുന്നത് വാങ്ങാതിരുന്നത്, ഇല്ലെങ്കിൽ നഷ്ടമായേനെ, അവൾ പതിയെ പറഞ്ഞുകൊണ്ട് കാറിൽ കയറി. അവൾ കയറിയതും സിദ്ധു കാറ് പറപ്പിച്ചു വിട്ടു. എൻ്റെ കുഞ്ഞികൃഷ്ണ, കാത്തോളണേ, അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെത്തി അവൻ വേഗം തന്നെ അകത്തേക്ക് കയറി. പുറകെ അവളും ഓടിക്കയറി. അമ്മേ! അവൻ ഉറക്കെ വിളിച്ചു. എന്തൊക്കിടന്ന് കാറിക്കോവി വിളിക്കുന്നേ? അവൻ്റെ അമ്മ ഗീത അടുക്കളയിൽ നിന്ന് വന്നുകൊണ്ട് ചോദിച്ചു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളെ ഒറ്റയ്ക്കെങ്ങും വിടരുതെന്ന്. പാറുവിനെ ചൂണ്ടിക്കൊണ്ട് അവൻ തൻ്റെ അമ്മയോട് ചോദിച്ചു. അതിനവൾ ഇവിടുത്തെ അടുത്ത കടയിൽ പോയതല്ലേ. ഓ, എന്നിട്ടാണല്ലേ ഇവളെ എനിക്ക് മാളിൽ നിന്നും കിട്ടിയത്. സിദ്ധുവിൻ്റെ അമ്മ അത് കേട്ടതും ഞെട്ടി അവളെ നോക്കി. അവൾ വളിച്ച ഒരു ഇളിയും കൊടുത്തു. കണ്ണുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് അഭ്യർത്ഥിച്ചു. എന്തേ, അമ്മയുടെ നാവിറങ്ങിപ്പോയോ? അത് വാങ്ങിക്കാൻ പോകുന്ന സാധനം അവിടെ ഇല്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. അവൻ കണ്ണുകൂർപ്പിച്ച് നോക്കിയതും അവരും പതറി നിന്നു. നീ അതുങ്ങളെ 2 പോലീസ് മുറിയിൽ നോക്കി പേടിപ്പിക്കാതെ, സിദ്ധുവിൻ്റെ അച്ഛൻ ദേവനാരായണൻ അവനോട് പറഞ്ഞു. പിന്നെ ഞാൻ എന്തു ചെയ്യണം? മഹിയച്ഛൻ എന്നെ ഏൽപ്പിച്ച് പോയേക്കുന്നത്. എന്തേലും പറ്റിയ ഞാൻ ഉത്തരം പറയണ്ടേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ നുണയൻ, എനിക്ക് പറ്റിയ നോവുന്ന ഈ ഹൃദയത്തെക്കുറിച്ച് പറയുന്നില്ല, ദുഷ്ടൻ, അവൾ പിറുപിറുത്തു. നീ എന്തേലും പറഞ്ഞോ? അവൻ പുരികമ്പുക്കി ചോദിച്ചു. ഒന്നുമില്ലായേ. ഒരു കാര്യം ചെയ്യ്, സിദ്ധുവേട്ടൻ എന്നെ കെട്ട്, അപ്പം ഞാൻ നിങ്ങളുടെ ഭാര്യയായി. പിന്നെ പേടിക്കണ്ടല്ലോ, ഇളയച്ചനും ഇളയമ്മയും ഞാൻ മരുമകളായി. അപ്പോൾ സിദ്ധുവേട്ടൻ എന്നെ കൊണ്ട് നടന്നാൽ കുഴപ്പമില്ലല്ലോ. എനിക്കെന്തേലും പറ്റിയാലും പിന്നെ ആരോട് ഉത്തരം പറയണ്ട, ഭാര്യയല്ലേ ഭാര്യ. ഇവളെ ഞാൻ മുട്ടേന്ന് വിരിഞ്ഞില്ല. കല്യാണം എന്നൊരു ചിന്തയേ ഉള്ളൂ. പോയി പഠിച്ച് എക്സാമിന് ആദ്യം വിജയിച്ചൊരു ജോലിയൊക്കെ വാങ്ങിക്ക്, എന്നിട്ട് തീരുമാനിക്കാം കല്യാണമൊക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധു മുകളിലേക്ക് കയറിപ്പോയി. ദേ, നിങ്ങളുടെ ഒരേ ഒരു മകനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. മുട്ടേന്ന് വിരിഞ്ഞില്ല പോലും. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാറു ആരാണെന്ന്. എൻ്റെ പൊന്നു മോളെ, പണി കൊടുത്ത് തിരിച്ച് അതേ പണിയായിരുന്നു വാങ്ങിക്കരുത് അവൻ്റെ കയ്യിൽ നിന്നും. പഠിത്തം കഴിഞ്ഞ് ആലോചിക്കാൻ കല്യാണമൊക്കെ, സിദ്ധുവിൻ്റെ അച്ഛൻ തൊഴുതു പറഞ്ഞു. പാറു, നീ എന്നോട് എന്തു പറഞ്ഞാൽ പുറത്തേക്ക് പോയത്? അവൻ്റെ അമ്മ കണ്ണുകൂർപ്പിച്ച് നോക്കി. അത് പിന്നെ ഇവിടെ ഇരുന്ന് ബോറടിച്ചിട്ടല്ലേ. പിന്നെ സിദ്ധുവേട്ടനോട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകില്ല. അപ്പം പിന്നെ കണ്ണു വെട്ടിച്ച് പോകണ്ടേ, എന്നാലല്ലേ ത്രില്ലുള്ളൂ. ആ ത്രില്ലിപ്പോൾ ഒച്ചയും എടുത്ത് കയറി പോയത്.
ഇപ്പം ശരിയാക്കി തരാം അതിനെ. കാട്ടുപോത്തിനെ മെരിക്കാനാണോ പാട്? അവരെ നോക്കി ഒരു കണ്ണെറിക്ക് കൊണ്ട് പറഞ്ഞവൾ മുകളിലേക്ക് പോയി. അവൾ പോയ വഴിയെ നോക്കി ദേവനാരായണനും ഭാര്യ ഗീതയും നിന്നു. കാവടി തുള്ളിപ്പോയതേ അതുപോലെ തന്നെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ദേവനാരായണൻ ഭാര്യയോട് പറഞ്ഞ് നെടുവേർപ്പെട്ടു. മുറിയിലെത്തിയ സിദ്ധു തൻ്റെ ഡ്രസ്സ് മാറി തിരിഞ്ഞതും പാറു കണ്ണും മിഴിച്ചു നിന്നു. സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ ചിത്രയും കൂട്ടി അച്ചുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങി. അച്ഛാ, ഞാനും വന്നോട്ടെ? റിയ ചോദിച്ചു. അതിനെന്താ, മോളും പോരെ? അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു. അവൾ റെഡിയായി വന്നതും വരുണും വരാമെന്ന് പറഞ്ഞു. അവൻ കാറിൽ പോകാമെന്ന് പറഞ്ഞതും എല്ലാവരും സമ്മതിച്ചു. അവർ അവിടെ എത്തും എല്ലാവരും ഉണ്ടായിരുന്നു. കാശിയുടെ ആക്സിഡന്റ് കാര്യം അറിഞ്ഞന്ന് സുധാകരൻ പോയി കണ്ടിരുന്നു അവനെ. പിന്നെ പോകാനും പറ്റിയില്ല. അവരെ കണ്ടതും കാശി ചിരിയോട് അകത്തേക്ക് ക്ഷണിച്ചു. അശ്വതി അവരെ കണ്ടതും പുഞ്ചിരിച്ചു. അച്ഛാ, ഇത് അച്ചുവിൻ്റെ അമ്മയുടെ വീട്ടുകാരാണ്. ഇവരുടെ കൂടെയായിരുന്നു ഇവൾ വല്യമാമേ. ഇത് എൻ്റെ വീട്ടുകാരാണ്, കാശി സ്നേഹത്തോടെ പറഞ്ഞു. ചിത്ര എഴുന്നേറ്റ് അച്ചുവിൻ്റെ അരികിലേക്ക് ചെന്നു. കണ്ണീരോടെ അവളെ ചേർത്ത് പിടിച്ചു. ഒപ്പം അവളുടെ കയ്യിലേക്ക് കുറച്ച് സ്വർണവും വെച്ചു കൊടുത്തു. ഒന്നും മനസ്സിലാകാതെ അവൾ വല്യമാമയെയും അമ്മായിയെയും നോക്കി. മോളെ, അമ്മായിയോട് ക്ഷമിക്ക്. പണത്തിന് മുൻതൂക്കം കൊടുത്തപ്പോൾ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് മറന്നുപോയി. ഒത്തിരി തെറ്റ് ചെയ്തു, മോളെ ഉപദ്രവിച്ചു. അതിൻ്റെയൊക്കെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കാൻ തുടങ്ങി. ക്ഷമിക്കും മോളെ എന്നോട്. അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവർ. എന്താ അമ്മായി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, മതി കരഞ്ഞത്. എന്ത് വല്യമാമ ഉണ്ടായത്? അവൾ ആദിയോട് ചോദിച്ചു. അതുമോളെ, അവൾക്ക് ബ്ലഡ് ക്യാൻസറാണ്. ഇന്നലെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു. മോളെ കാണണമെന്ന് ഇന്നലെ പറഞ്ഞതാണ്. ഞാനാണ് പറഞ്ഞത് ഇന്ന് കൊണ്ടുപോകാമെന്ന്. സുധാകരൻ കാര്യങ്ങൾ പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ അമ്മായിയെ നോക്കി. അവൾക്കും വിഷമം തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വരുണിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇതാണ് പെണ്ണ് റിയ. പിന്നെ വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൾ ഈ കൊച്ചിനെ കൊല്ലാൻ നോക്കി. പിന്നെ ഡ്രഗ്സ് ഉപയോഗവും. റിയയെ ഓർത്ത് അവർ വരുണിനെ അറസ്റ്റ് ചെയ്തില്ല. ആ കുട്ടി പ്രഗ്നൻ്റാണ്. സുധാകരൻ പറഞ്ഞതും അച്ചു ഞെട്ടലോടെ ചിത്രയെ നോക്കി. നോക്കണ്ട കുട്ടി, ഉള്ളതാ പറഞ്ഞേക്കുന്നത്. വരുണിൻ്റെ കുഞ്ഞാവളുടെ വയറ്റിൽ വളരുന്നത്. പിന്നെ വാമി തെറ്റു ചെയ്താൽ അവൾ ശിക്ഷ അനുഭവിക്കണം. അത്രയും തെറ്റുകൾ ചെയ്തിട്ടും ഒരു ക്ഷമ പോലും പറയാൻ അവളെ കൊണ്ട് പറ്റിയിരുന്നില്ല. അത്രയ്ക്കും പകയോടെ ഈ കുട്ടിയെ നോക്കിക്കൊണ്ടാണ് പോയത്. പിന്നെ വരുൺ അവനും മാറണമല്ലോ. ചിത്ര പറഞ്ഞതും അച്ചു വരുണിനെ നോക്കി. അവൻ കണ്ണു നിറച്ച് അവളെ നോക്കി ക്ഷമ ചോദിച്ചു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചിരുന്നു. മതി കരഞ്ഞത്, അവൾക്ക് ദേഷ്യമൊന്നുമില്ലടാ. കാശി പറഞ്ഞതും അവൻ കാശിയെ കെട്ടിപ്പിടിച്ചു. എന്തായാലും നിങ്ങൾ കൂടി വരണം മറ്റന്നാൾ. എൻ്റെ കല്യാണമാണ്. പെണ്ണ് കല്യാണി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധാകരനെയും കുടുംബത്തെയും നന്ദു ക്ഷണിച്ചു. റിയ ഹോസ്പിറ്റൽ പോയായിരുന്നോ? കല്ലു ചോദിച്ചു. പോയി, ഫസ്റ്റ് സ്കാനിംഗ് ഉണ്ട് അടുത്ത ആഴ്ച. റിയ പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ, അവൾ കരുതലോടെ പറഞ്ഞു. വരുൺ റിയയെ നോക്കി. ക്ഷീണം തോന്നിച്ചു അവൾക്ക്. അവൻ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് അവനെ നോക്കിയ കാശി ചിരിയോടെ നിന്നു. എന്നാൽ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്ക്, ഞങ്ങൾ പിള്ളേർ സെറ്റ് പുറത്തു പോയിട്ട് വരാം. കാശി വരുണയെയും പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് സ്റ്റിച്ചൊക്കെ എടുത്ത് വന്നന്ന് തൊട്ട് പുറത്തു പോകുകയാണല്ലോ. മതി പോയത്. പാർവതി ദേഷ്യപ്പെട്ടു. പാർവതി? മഹാദേവൻ ഒച്ചയെടുത്തതും എല്ലാവരും ഞെട്ടി. എൻ്റെ പൊന്നു, നിങ്ങൾ തമ്മിൽ ഇനി അടി കൂടണ്ട. പുറത്തുനിന്ന് ഉദ്ദേശിച്ചത് എൻ്റെ പറമ്പിലേക്ക് പോകുന്ന കാര്യമാണ്, വേറെങ്ങും പോകുന്നില്ല. കാശി പറഞ്ഞത് നന്ദുവും അരിയും യദുവും വരുണും കൂടി പുറത്തേക്കിറങ്ങി. അവർ വീടിൻ്റെ വലതുവശത്തൂടെ നടന്ന് കാശിയുടെ പറമ്പിലേക്കിറങ്ങി. റിയ വാ. അച്ചു അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ഒപ്പം ചിത്രയും കല്ലുവും ചിന്നുവും പോയി. ശ്രീദേവി പാർവതിയെ നോക്കി, പിന്നെ മഹാദേവനെയും. ശ്രീദേവി, നീ പിള്ളേരുടെ അടുത്തേക്ക് പൊക്കോ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ശ്രീ വന്നു കഴിയുമ്പോൾ അവളെയും കൂട്ടി വരാം. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതും അവർ ഒന്നുകൂടെ പാർവതിയെ നോക്കി അടുക്കളയിലേക്ക് പോയി. മോളെ അച്ചു, കാശിയുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിത്ര ചോദിച്ചു. അറിയില്ല അമ്മായി. എന്തേ? ഏയ് ഒന്നുമില്ല, എന്തോ വഴക്കുള്ളതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ചിത്ര അച്ചുവിൻ്റെ അരികിലായി നിന്നുകൊണ്ട് പറഞ്ഞു. മോളെ അച്ചു, അവർക്ക് ചായ എടുക്ക്. ദേവിയമ്മ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാം. അങ്ങോട്ട് വന്ന് ശ്രീദേവി അച്ചുവിനോട് പറഞ്ഞു. ഒപ്പം ചിത്രയെ പരിചയപ്പെടുകയും ചെയ്തു. ഒന്നും എടുക്കേണ്ട, ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ചിത്ര ശ്രീദേവിയോട് പറഞ്ഞു. ഏയ് അത് പറ്റില്ല, നിങ്ങൾ ആദ്യമായിട്ട് വന്നതാ, ഞാൻ ചായ എടുക്കാം. പിന്നെ റിയ ഉള്ളതല്ലേ, അച്ചു പറഞ്ഞു.
അവർ അടുക്കളയിൽ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ട് പണികൾ ചെയ്തു. ഒപ്പം ചായയും ഏത്തക്കപ്പവും കഴിച്ച് ബാക്കിയുള്ളവർക്കുള്ളത് മാറ്റിവെച്ചു. പുറത്തേക്ക് പോയവർ വരുണിനോട് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒപ്പം സനൂപിനെ കുറിച്ചും. വരുൺ തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. കണ്ണുമിഴിച്ച് നിൽക്കുന്നവരുടെ മുന്നിലായി അവൻ ചെന്ന് തട്ടി വിളിച്ചു. എന്തേ? സിദ്ധു ഗൗരവത്തോടെ ചോദിച്ചു. ഇത് എത്ര പാക്കാണ്? അവൾ അവൻ്റെ ബോഡി നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിനാണാവോ അറിഞ്ഞിട്ട്? അല്ല, ഇതിനെ ഫാമിലി പാക്ക് ആക്കാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരില്ലേ? അവൾ അവനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. നമുക്കേ അത് പിന്നെ ആലോചിക്കാം. തൽക്കാലം മോള് മുറിയിലേക്ക് പോ. എന്നെ ഇഷ്ടമുണ്ടായിട്ടും എന്തേ എന്നോട് പറയാത്തേ? അവൾ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇപ്പോൾ പറയണോ ഇഷ്ടമാണെന്ന്? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. കളിയാക്കാതെ കാര്യം പറ. അവൾ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. നീ മുറിയിലേക്ക് പോ പാറു. അവൻ്റെ ശബ്ദത്തിൻ്റെ മാറ്റം തിരിച്ചറിഞ്ഞവൾ തിരികെ അവളുടെ മുറിയിലേക്ക് പോകാനൊരുങ്ങി. എന്നാൽ അവൾ അവനെ പിടിച്ചു വലിച്ച് കവളിൽ അമർത്തി കടിച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടി. തനിക്കെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും അവൾ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. കുറുമ്പി പെണ്ണ്. അവൻ അവളുടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് മൊഴിഞ്ഞു. ഒപ്പം അവൻ്റെ ചൊടിയിൽ പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരിയും വിരിഞ്ഞു. അത് കൊള്ളാം, ഇവിടെ വന്നിരിക്കുകയാണോ അമ്മ? എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി വന്നു. അത് ഞാൻ കുറച്ചു നേരം കാറ്റുകൊണ്ടിരിക്കാൻ വന്നിരുന്നതാ. അവർ പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അവൾ ആ അമ്മയെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇല്ലെൻ്റെ കുട്ടി. എന്നവാ നമുക്ക് അകത്തേക്ക് പോകാം. തണുത്ത കാറ്റ് ഒരുപാട് കൊണ്ടിരുന്ന് അസുഖം വരുത്തണ്ട, അവൾ ആ സ്ത്രീയോട് പറഞ്ഞു. അവർ പതിയെ എഴുന്നേറ്റ് നടന്നു. ഒപ്പം അവളും. മുറിയിലെത്തിയപ്പോൾ കൂടെ വന്ന പെൺകുട്ടി കഞ്ഞിയെടുത്തുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഈശ്വര, എൻ്റെ നന്ദൂട്ടനെ കാണാൻ തോന്നുന്നു. എത്ര നാളായി കണ്ടിട്ട്. എൻ്റെ ദേവേട്ടൻ ഞാനില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാകും. അവർ സങ്കടത്തോടെ ഓർത്തു. കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒഴുകി. ആഹാ, കരയുകയാണോ? തിരിച്ചു വന്നവൾ കരയുന്ന അമ്മയെ നോക്കി ചോദിച്ചു. ഏയ്, ഞാൻ എൻ്റെ കുടുംബത്തെ ഓർത്തപ്പോൾ. അവർ തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. കരയണ്ട, കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഇവിടം. നമ്മൾ പോവുക കേട്ടോ വീട്ടിലേക്ക്. ഞാനല്ലേ പറയുന്നേ, അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അല്ല, മോളുടെ ആളെന്ത് പറയുന്നു? അവർ അവളോടായി ചോദിച്ചു. ആ സ്ത്രീ ചോദിച്ചതും അവളിലൊരു പുഞ്ചിരി മുട്ടിട്ടു. പക്ഷേ എന്തോ ഒന്ന് ഓർത്തതും അവളുടെ മുഖം വാടി. എന്തു പറ്റി മുഖം വാടിയത്? ഒന്നുമില്ല അമ്മേ, എനിക്കാരുമില്ലല്ലോ. ആള് വലിയ വീട്ടിലെ കുട്ടിയാ. ഇഷ്ടപ്പെടുകയില്ല വീട്ടുകാർ. ഒന്നുമില്ലാത്തവളെയൊക്കെ വീട്ടുകാർക്ക് ഇഷ്ടമാവില്ല. കുറേ പറഞ്ഞു നോക്കി എൻ്റെ പിന്നാലെ നടക്കേണ്ട എന്നൊക്കെ. പക്ഷെ ആൾ വിടുന്നില്ല. ആൾക്കിഷ്ടമാ മോളെ, ഒത്തിരി ഇഷ്ടമാണ്. അതാണല്ലോ മോളുടെ കഴുത്തിലെ ഈ താലി. വീട്ടുകാരും സമ്മതിക്കും. പിന്നെ എന്നെ നോക്കാൻ ഏൽപ്പിച്ച ആളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്കും കാണണം. ഒപ്പം മോളെ കൂട്ടിനും നിർത്തി. ദത്തനെയും എന്നെ രക്ഷിച്ച ആളെയും ഇവിടെ എന്നെ സംരക്ഷിക്കുന്നവരെയും കണ്ടിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് പോകാൻ. മരിച്ചു എന്ന് കരുതിയത് പക്ഷെ ജീവനോടെ തിരിച്ചു വന്നു. അതിനൊക്കെ കാരണം നിങ്ങളൊക്കെയാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഈ കടപ്പാട്, അവർ കണ്ണീരോടെ പറഞ്ഞു. അമ്മ ജീവനോടെ ഇരിക്കുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം, പിന്നെ അമ്മയുടെ കുടുംബക്കാരുടെ പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ്. അമ്മയുടെ കൂടെ എല്ലാവരുമുണ്ട്. പിന്നെ അമ്മയുടെ ദേവേട്ടനെ കിട്ടിയ ഞങ്ങളെയൊക്കെ വേണ്ടാതാകുമോ? അവൾ കളിയോടെ ചോദിച്ചു. പോ കുട്ടി, കളിയാക്കാതെ. മോളുടെ ആളുടെ പേരെന്താ? ദത്തൻ എന്നാണോ? ദേവദത്തൻ. ദത്തൻ എന്ന് താലിയിൽ എഴുതിയുള്ളൂ. എൻ്റെ ദത്തേട്ടൻ. അപ്പോൾ മോൾക്കും ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ? ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പോൾ മാളവിക എന്ന മാളുമോൾക്ക് ദത്തനെ ഇഷ്ടമാണ്. അമ്മ കളിയാക്കി. കളിയാക്കാതമ്മ. കളിയാക്കുന്നില്ല. പിന്നെന്തിനാ ദത്തനെ ഇങ്ങനെ അകറ്റുന്നേ? മോളുടെ ഭർത്താവല്ലേ. അത് ആളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അതെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അവർ. ഒരു അനാഥ പെണ്ണിനെ കൊണ്ടല്ല ദത്തേട്ടനെ കൊണ്ട് കെട്ടിക്കുന്നതെന്ന്. എന്നേക്കാൾ നല്ലൊരു ബന്ധം കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അതുകൊണ്ടാണ് അകറ്റിയത്. പക്ഷെ ഒരു ദിവസം അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന എൻ്റെ കഴുത്തിൽ അങ്ങേര് താലി കെട്ടി. അങ്ങേരുടെ പാതിയാക്കി. വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയില്ല. പകരം ദത്തേട്ടൻ്റെ സ്വന്തം അധ്വാനത്തിൽ പണിത വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം എന്നോടൊരു കാര്യം ചോദിച്ചു. ഒരു പാവം അമ്മ ഈ ആശ്രമത്തിലുണ്ട്, കൂടെ നിൽക്കാമോ എന്ന്. ഞാൻ സമ്മതിച്ചു. അതിൻ്റെ പിറ്റേന്ന് ഞാൻ ഇവിടെ എത്തി. പിന്നെ ആര് പറഞ്ഞു മോൾ അനാഥയാണെന്ന്? മോൾക്ക് ഈ അമ്മയില്ലേ? ഇനി ഒരിക്കലും അനാഥയാണെന്ന് പറയരുത്. അവർ അങ്ങനെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തനിക്കൊരമ്മയെ കിട്ടിയതിൽ അവൾ സന്തോഷിച്ചു.